വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അമ്മമാസ് കിച്ചൺ. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. കാരണം ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം ഒരു ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പി, എന്താ പറയുക, ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സത്യമായിട്ടും ഡൗട്ടാണ് ഇന്നത്തെ ഒരു ജനറേഷനിൽ. അപ്പം എൻ്റെ വീടും പരിസരമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ വാഴ കായ്ച്ചതാണ്, അത് വെട്ടാനായിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ പ്ലാവ്, ഇതിനകത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പക്ഷെ അത്യാവശ്യം നന്നായി കായ്ക്കും കേട്ടോ, നല്ല മരമാണ്. പ്ലസ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ, എൻ്റെ തൊട്ട വീട്ടിൽ, ഇതാണ്ട് ആ മതിലിൻ്റെ അപ്പുറത്തുള്ള വീട്, ആ വീട്ടിൽ മരം ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ വെട്ടി. ആക്ച്വലി അത് ഞങ്ങളുടെ അങ്കിളാണ്. അപ്പോൾ അവരത് വെട്ടിയപ്പം ഞങ്ങളുടെ വീട്ടിലാണ് അതിൻ്റെ തടിയൊക്കെ കിടന്നത്. അങ്ങനെ കിടന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനുണ്ട്, ഈ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓല ആവുന്നതിന് മുമ്പ് ഉള്ളൊരു പിഞ്ച് സാധനം കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു ക്രിസ്പി, ഒരു ഇത്തിരി മധുരമൊക്കെ ഉള്ളൊരു സാധനം പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ആക്ച്വലി. അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാടത്തും പറമ്പൊക്കെ ഓളായിട്ട് നിൽക്കുന്ന സത്യഭാമ ചേച്ചിനെ ഞാൻ വിളിച്ചിട്ട്, ചേച്ചി അത് വെട്ടിയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള സാധനം കഴിക്കാനായിട്ട് എടുത്തു തരുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി വെട്ടണമാണ് കേട്ടോ. അപ്പം നന്നായി കഷ്ടപ്പെട്ടു അത് എടുത്തു തരാൻ. അപ്പം ഞാനതിങ്ങനെ, ചേച്ചി ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു തന്ന് ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്, പൂങ്കുല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പൂങ്കുല കണ്ടിട്ടുള്ള ഒരു സംഭവം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പൂങ്കുല കൊണ്ടുള്ള ലേഹ്യം. പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് പൂങ്കുല ലേഹ്യം. പക്ഷെ അത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു പൂങ്കുല ലേഹ്യമൊക്കെ വളരെ കോമൺ ആണ്. ഒട്ടും കോമൺ അല്ലാത്തൊരു സംഭവം, അതായത് എൻ്റെ വെല്ലുമ്മച്ചി അമ്മക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് പൂങ്കുല കൊണ്ടുള്ള ഒരു പുട്ട്. അപ്പം നമ്മുടെ സത്യഭാമ ചേച്ചി അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് എടുത്തു തന്ന് കുറേ പാത്രത്തിലിട്ട് ഞാൻ രാവിലെ മുതൽ അത് കഴിച്ചുകൊണ്ടിരിക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു, കമോൺ ലെറ്റ്സ് ഗോ ആൻഡ് പ്രിപ്പയർ പൂങ്കുല പുട്ട് എന്നുള്ളത്. സോ ലെറ്റ്സ് പ്രിപ്പയർ പൂങ്കുല പുട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പൂങ്കുല കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പൂങ്കുല. ആക്ച്വലി 3 കിട്ടിയിട്ടുണ്ട്, ഇത് ഒരെണ്ണമാണ്. സോ ഇത് ഇച്ചിരി മൂത്ത സംഭവം, അതായത് ഇത്തിരി മൂത്തതെന്ന് തന്നെയല്ലേ പറയാം. അതെ, ഇത്തിരി പ്രായം ചെന്ന പൂങ്കുലയാണിത്. പിഞ്ച് പൂങ്കുലകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഒരു 3 പൂങ്കുല വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ടുണ്ടാക്കുന്നത്. സത്യം പറയാമല്ലോ, ഞാനിത് ആദ്യം തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് എടുത്ത സാധനമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആണിത്. കാരണം പൂങ്കുല കൊണ്ട് പുട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ അമ്മ എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വളരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ കണ്ടെടുത്തുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ റിസൾട്ട് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാലും പോരാ, ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ആ പൂങ്കുലയുടെ ഉള്ളിലുള്ള സാധനം, അതായത് ഒറിജിനൽ പൂങ്കുല, അതിൻ്റെ കവർ നമ്മൾ മാറ്റിയിട്ട് പൂങ്കുലയാണിത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇത്തിരി മൂത്ത സാധനമാണ്, ആ മറ്റേത് 2 പിഞ്ചാണ്. പക്ഷേ നമ്മൾ ലേഹ്യത്തിനാവുമ്പോഴത്തേനും ഇത്രയും മൂത്ത പൂങ്കുല നമ്മൾ ഉപയോഗിക്കത്തില്ല. പക്ഷേ പുട്ടാവുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും മൂത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു ഔട്ട്കം. ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാലും പോരാ, ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ആ പൂങ്കുലേനെയൊക്കെ അൺകവർ ചെയ്തിട്ട് പാത്രത്തിൽ വെച്ചു. ഒപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയില്ലേ, നമ്മൾ പുട്ടൊക്കെ പൊടിക്കുന്ന പച്ചരി, ആ പച്ചരി എടുത്തു വെച്ചു. ഒരു 1/2 കിലോ പച്ചരി ഉണ്ട്. അതുപോലെ തന്നെ 3 പൂങ്കുലയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂങ്കുലേനെ നമ്മൾ ചതച്ചെടുക്കണം, മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. വെള്ളമോ ഒന്നും അടിക്കണ്ട. ഇതാണ് ചതച്ച് വരുന്ന സമയത്ത് പൂങ്കുലയുടെ കളറ് ഇങ്ങനെയായിരിക്കും കാണാൻ കിട്ടുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, പച്ചരി, അത് ഇതിനകത്ത് കൊട്ടുക. 1/2 കിലോ പച്ചരിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്, 3 പൂങ്കുലയ്ക്ക് കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാം. ഇപ്പോൾ പൂങ്കുല അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്തു നോക്കാം കേട്ടോ. എളുപ്പമാണെന്ന് ഞാൻ പറയില്ല, കുറച്ചധികം പരിപാടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 2 ദിവസം കൊണ്ട് ചെയ്തു തീർത്തിട്ടുള്ളൊരു പരിപാടി കേട്ടോ. അതായത് ഇന്ന് പൂങ്കുല എടുത്ത് അടുത്ത ദിവസം ചെയ്തു തീർത്ത പരിപാടി. അപ്പം ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. പക്ഷേ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഇതിൻ്റെ ഔട്ട്കം നിങ്ങൾ വിഷമിപ്പിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഈ പൂങ്കുല ചതച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന്
ഇത്തിരി വെള്ളം വരും. അപ്പോൾ ആ വെള്ളം കൊണ്ടിട്ടാണ് നമ്മുടെ ഈ അരി നനഞ്ഞ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് നേരം അത് കുതിരാൻ വയ്ക്കുക. കുതിർത്ത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച ശേഷം അതായത് ഈ അരിയും പൂങ്കുലയും കൂടെ പൊടിച്ച ശേഷമുള്ള ലുക്കാണ് കേട്ടോ ഇത്. പൊടിച്ച് നമ്മൾ ആ ഒരു രാത്രി മുഴുവൻ പുറത്ത് വയ്ക്കുന്നതായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കിട്ടാനായിട്ട്. അതായത് അതിനകത്ത് ഒത്തിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു രാത്രി പുറത്ത് വെച്ചപ്പോഴത്തേനും ആ വെള്ളമൊക്കെ വടിഞ്ഞ് ഈ ഒരു പൊടി രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കുക. അതായത് നമ്മൾ ചല്ലട വെച്ചിട്ട് അരിച്ചെടുക്കുക. നമ്മളിവിടെ ചല്ലട എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ അരിപ്പാന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇതാണ് ആ സാധനം. അത് വെച്ചിങ്ങനെ നമ്മൾ മാവൊക്കെ അരിച്ചെടുക്കുന്ന പോലെ എടുക്കാം. അപ്പം നമ്മൾ ഈ എല്ലാ പൊടിയും അതിനകത്ത് നമ്മളിപ്പം അരിയും ഈ പൂങ്കുലയും കൂടെ പൊടിച്ചു വെച്ചിട്ടുള്ള എല്ലാം നമ്മൾ ഇതേപോലെ ചല്ലടയിലിട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ആ പൊടികൾ വീണ്ടും നമ്മൾ മിക്സിക്കകത്ത് ഇടുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ പൊടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അത് അരിച്ചെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റേജ് അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മളാണല്ലോ ഇപ്പോൾ എന്തെങ്കിലും ബാക്കി വന്നു അപ്പം തന്നെ എടുത്ത് കളയുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മളാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. പണ്ടുള്ള ആളുകളൊക്കെ ബാക്കി വന്ന ചോറ് കൊണ്ട് വറ്റലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പാണല്ലോ. സോ അതുപോലെ എൻ്റെ അമ്മയും ഇതിൻ്റെ വേസ്റ്റേജ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പൊടിച്ച് ചല്ലടയിൽ ഇട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗമില്ലേ, അത് കാണുമ്പോൾ ശരിക്കും ചകിരി പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ചകിരിയായിട്ടാണ് ഇതിനെ തോന്നിയത്. ചകിരിച്ചോറൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും അമ്മ എന്തിനാ ഈ വേണ്ടാത്ത പണി എടുക്കുന്നതെന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവനും. പക്ഷേ ഇത് വേണ്ടാത്ത പണിയല്ല. ഏറ്റവും അമ്മ ഉണ്ടാക്കിയതിൽ വെച്ച് എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു സാധനമാണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തു പറയും പൂങ്കുലപ്പുട്ട് എന്നുള്ളത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഈ സാധനം കഴിച്ചിട്ട്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കണം. ഈ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുതല്ലോ. ഇത് വറുക്കാൻ നേരത്താണ് ശരിക്കും അതിൻ്റെ മണം നമുക്ക് വന്നു തുടങ്ങുക. അത്രയും നേരം ഒരു വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. എനിക്ക് സത്യം പറയാമല്ലോ, പേഴ്സണലി എനിക്ക് ഈ ചതച്ച സമയത്തൊക്കെ ഉള്ള സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ് ഇത് വറുക്കുന്ന സമയത്തുള്ള മണം. പൊന്നോ, ഒരു രക്ഷയില്ല, അത്രയും നല്ല മണമായിരുന്നു. അതിൽ തൊട്ടിട്ടാണ് എൻ്റെ ഈ ഒരു പൂങ്കുലപ്പുട്ടിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയത്. അത്രയും നേരം വളരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് ഇത് വറുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ആയതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ ഓരോ കഥകൾ പറയുമായിരുന്നു. അതായത് പണ്ട് വെല്ലുമിച്ചി അമ്മയൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്താണത്രേ ഈ ഒരു പൂങ്കുലപ്പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ പറയുമായിരുന്നു ശരിക്കും ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് പ്രസവിക്കാമെന്ന്. അത്രയും ടേസ്റ്റായിരുന്നു ഇത് വെല്ലുമിച്ചി ഉണ്ടാക്കുമ്പോൾ എന്ന് അമ്മ പറയുമായിരുന്നു. അതമ്മ പറഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു, അമ്മ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ 4 പെറ്റത് എന്ന്. ശരിക്കും ഞങ്ങൾ 4 പേരാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കൊരു ഡൗട്ടായിപ്പോയി, ഇനിയിപ്പോൾ അമ്മ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ 4 എണ്ണത്തിനെ പ്രസവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാം, ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാധിക്കുമെങ്കിൽ ഒരു തവണയല്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം കേട്ടോ. എന്ത് മയമാണെന്നറിയോ, പുട്ടൊക്കെ വല്ല കേക്ക് പോലെ അത്രയും മയമായിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തു. അതിനാവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ കുഴയ്ക്കുക. നമ്മൾ സാധാരണ പുട്ടിനെ കുഴയ്ക്കുന്ന പോലെ. പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെ പുട്ടിന് കുഴയ്ക്കാൻ നേരത്ത് ആദ്യം ഫുൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കും, എന്നിട്ട് പിന്നെ നനച്ചെടുക്കലാണ് ചെയ്യുക. പക്ഷേ ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട പിടിക്കാതെ കണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. പിന്നെ പുട്ടിന് തേങ്ങയില്ലാതെ എന്ത് പുട്ടല്ലേ. സോ നമ്മൾ തേങ്ങ എടുത്ത് വെച്ചു, പുട്ടിനുള്ള ചട്ടിയും നമ്മൾ വെച്ചു കേട്ടോ. ഇനി ഇത് പുട്ട് നിറയ്ക്കുക, ആവി വയ്ക്കുക, കഴിക്കുക, ഇത്രേ ഉള്ളൂ പ്രൊസീജിയർ. അപ്പം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവലായിരുന്നു. കാരണം ഇതിൻ്റെ മണം മാറി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സാധനം കൊണ്ട് ഇത്രയും ടേസ്റ്റായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നു. സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല സുഹൃത്തുക്കളെ. കാരണം ഞെട്ടിപ്പോയി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ. ഇനിയിപ്പം ഈ പൂങ്കുലയൊക്കെ അവൈലബിൾ ആണോ മാർക്കറ്റിലെന്നൊന്നും എനിക്കറിയില്ല. സോ കിട്ടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ അപ്പം പുട്ട് നിറയ്ക്കുവാണ്.
അപ്പം ഇനിയിപ്പോൾ ഈ പുട്ട് നിറയ്ക്കുന്ന പ്രൊസീജിയറൊന്നും ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ ആ തട്ടിയും മുട്ടിയിൽ മീനാക്ഷി പറയുന്ന പോലെ കോലിട്ട് കുത്തിപ്പിറകിൽ നിന്ന് തള്ളിയിട്ടാൽ പോരെ എന്ന് പറയുന്ന പോലെ അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. കോലിട്ട് കുത്തപ്പിറകിൽ നിന്ന് ഇനി തള്ളിയിടുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിനെ ഞാൻ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊരു മൺപാത്രമൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഒന്നല്ല, അത്യാവശ്യം നിറയെ മൺപാത്രങ്ങളുണ്ട്. അപ്പോൾ അതും കുറച്ച് വാഴയിലേക്ക് എടുത്തിട്ട് വന്നു. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ മരത്തിൽ നിന്ന് വാഴയില എടുത്തിട്ട് വന്നു. പ്ലസ് കോലിട്ട് കുത്തുന്നു, പിറകിൽ നിന്ന് തള്ളിയിടുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. പക്ഷേ ഇതിൻ്റെ മണം ആവി അടിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ കഴിക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ആർത്തി കാണിച്ച് നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. കാരണം ഇത് കഴിക്കുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും RKG നെയ്യാണെന്ന്. അല്ല, ഇത് അമ്മ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സ്വാദിഷ്ടമായ നാടൻ നെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പുട്ടിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. സോ അമ്മ ഇപ്പോൾ ഒരു 2 സ്പൂണോളം നെയ്യ് ഈ ഒരു കുറ്റിപ്പുട്ടിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൽ പിശുക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അധികമായാൽ അമൃതവും വിഷം എന്നുള്ളത് കൊണ്ട് ഒരു ലെവലിൽ നെയ്യ് ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. മെയിൻ കഥാനായകൻ എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഈ ഒരു പുട്ടിന് അതിൻ്റെ ഒരു ഹൈ ലെവൽ ഓഫ് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് തേങ്ങാപ്പാൽ. അപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് നമ്മൾ കുറച്ച് കഴിച്ചാൽ പോരെ, എല്ലാത്തിലും ഒഴിക്കണോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു ഇല്ല, എല്ലാത്തിലും ഒഴിച്ചു, ഞാൻ തന്നെയാണ് ഇത് ഫുള്ളായി കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് എല്ലാത്തിലും ഒഴിപ്പിച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ അതായത് ഇതിനെ കുറച്ച് നല്ല ഭംഗിയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളെ, ഞാൻ തന്നെയാണ് ഇത് ഉൾഗടിച്ചത്. ആദ്യമായിട്ട് കഴിച്ച് ഞാൻ തന്നെ ഉൾഗടിച്ചു. സോ ഞാൻ കഴിക്കാൻ പോവാണ്. ഞാനിത് കൈ എടുത്തത് അത് പിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് എത്ര സോഫ്റ്റാണെന്ന്. ഒരു ബ്രൗണി കേക്കൊക്കെ ഇങ്ങനെ വരുന്ന പോലെയാണ് ഈ പുട്ട് വരുന്നത്. അത്രയും സോഫ്റ്റാണ്. പ്ലസ് തേങ്ങാപ്പാലിൻ്റെയും നെയ്യുടെയും പഞ്ചസാരയുടെയും കൂടെ ഫ്ലേവർ ആവുമ്പോൾ അയ്യോ, ഇത് വാക്കുകളേ ഇല്ല ഈ ഒരു പുട്ടിനെ പറ്റി വർണ്ണിക്കാൻ. കാരണം ഞാനൊക്കെ ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഈ ഒരു പൂങ്കുലപ്പുട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മുഴുവൻ ഞാനാണ് കഴിച്ചു തീർത്തതെന്ന്. നെഹി. ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾ 4 പേരിൽ 3 പേരും അന്നേരം വീട്ടിലുണ്ടായിരുന്നു. കൂടാതെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കസിനുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുറ്റിപ്പുട്ട് കഴിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പുട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് പോയി എൻ്റെ ആങ്ങളെ തിരിച്ചു വരണം, അതുപോലെ എൻ്റെ മൂത്ത സഹോദരിയൊക്കെ വരണം. എന്നാലും ഞമ്മ പുട്ട് അടുത്ത കഷ്ണം ഉണ്ടാക്കുള്ളൂ. സോ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അവസാന നുള്ള് പുട്ടും ഞാൻ കഴിച്ച് തീർത്തിട്ട് നിങ്ങളോട് എല്ലാവരോടും ബൈ പറയാണ് സുഹൃത്തുക്കളെ. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.